ഫോട്ടോവോൾട്ടൈക് സെൽ സൺലൈറ്റിന്റെ ഡയറക്ഷനിൽ പതിക്കുന്ന ചെരിവിന്റെ വ്യത്യസ്ത ആംഗിളുകളിൽ എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നാണ് ഈ സെഷനിൽ നാം പഠിക്കുന്നത്. സോളാർ പാനലുകൾക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല ഡയറക്ഷൻ അറിയാനും പാനൽ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ അല്ലെങ്കിൽ സോളാർ പാനലുകൾ ഏത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ സ്ഥാപിക്കണം എന്ന വിവരങ്ങൾ വിശദീകരിക്കാനും PV സെല്ലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ വ്യത്യസ്ത ആംഗിളുകളിലും ഡയറക്ഷനിലും പാനലിൻ്റെ പ്രവർത്തനം വിവരിക്കാനും സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് സാധിക്കും. സോളാർ പാനലിന് അനുയോജ്യമായ ഏറ്റവും നല്ല ഡയറക്ഷൻ പഠിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യഥാക്രമം ഉത്തര ദക്ഷിണാർദ്ധഗോളത്തിലെ സ്ഥാനമനുസരിച്ച് സോളാർ പാനലുകൾ വടക്ക് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ അഭിമുഖമായി സ്ഥാപിക്കുക എന്നതാണ് പരമ്പരാഗതമായ രീതി. കാരണം നമ്മുടെ വാർഷിക ഭ്രമണപഥം പൂർത്തിയാക്കുന്നതിനാൽ ഉത്തരാർദ്ധഗോളത്തിൽ താമസിക്കുന്നവർക്ക് സൂര്യൻ എപ്പോഴും ആകാശത്തിന്റെ തെക്ക് ഭാഗത്തായിരിക്കും. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ താമസിക്കുന്നവർക്ക് സൂര്യൻ എല്ലായ്പ്പോഴും ആകാശത്തിന്റെ വടക്ക് ഭാഗത്തായിരിക്കും. അതിനാൽ സൂര്യപ്രകാശം പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിനായി ഉത്തരാർദ്ധഗോളത്തിലെ സ്ഥലങ്ങളിൽ സോളാർ പാനലുകൾ തെക്ക് അഭിമുഖമായി സ്ഥാപിക്കുന്നു. കാലങ്ങളായി ഇത്തരത്തിലുള്ള രീതിയാണ് തുടർന്നു പോകുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ തെക്ക് ദിശയ്ക്ക് അഭിമുഖമായും ദക്ഷിണാർദ്ധഗോളത്തിൽ വടക്ക് ദിശയ്ക്ക് അഭിമുഖമായുമാണ് പാനലുകൾ സ്ഥാപിക്കേണ്ടത്. ഭൂമധ്യരേഖയിലെ സ്ഥലങ്ങളിൽ ഇവ നിരപ്പായി സ്ഥാപിക്കുന്നു. സോളാർ ഇൻഡസ്ട്രിയിലെ പൊതുവായിട്ടുള്ള ഒരു അറിവാണ് തെക്ക് അഭിമുഖമായ പാനലുകൾ 30 മുതൽ 40 ഡിഗ്രി വരെ ആംഗിളിൽ ചരിച്ചാണ് സ്ഥാപിക്കേണ്ടത് എന്നത്. എന്നാൽ ഈ ആംഗിളുകൾ വ്യത്യാസപ്പെട്ടേക്കാം. ഇത് നിങ്ങളുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തിന്റെ അക്ഷാംശത്തിന് ഏകദേശം തുല്യമായിരിക്കും. നിങ്ങൾ ഭൂമധ്യരേഖയിൽ നിന്ന് എത്രമാത്രം വടക്കോട്ട് അകലെയാണ് എന്നാണ് നോക്കേണ്ടത്. ആംഗിളുകളിൽ ഇത്രയും വ്യക്തത വേണമെന്ന് പറയാൻ കാരണം സൺലൈറ്റ് കുത്തനെ പാനലുകളിൽ പതിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ്. ഇത്തരത്തിൽ പതിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ചെരിവിന് അഭികാമ്യമായ ആംഗിൾ നൽകാൻ സോളാർ പാനലിലെ ടിൽറ്റ് ആംഗിൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഇനി നമുക്ക് പഠിക്കാം. വർഷം മുഴുവനും സൂര്യന്റെ പാത മാറിക്കൊണ്ടിരിക്കും. വേനൽക്കാലത്ത് പകൽ ദൈർഘ്യമേറിയതാകും. അതായത് സൂര്യന്റെ വേനൽക്കാല പാത കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. അതിനാൽ സോളാർ പാനലുകൾ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിക്കാൻ കഴിയും. ശൈത്യകാലത്ത് സൂര്യന്റെ പാത മാറുന്നതിനാൽ കിരണങ്ങൾ നേരിട്ട് പതിക്കുന്നത് കുറയും. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇത് സോളാർ പാനലുകളുടെ ചെരിവിനെ ബാധിച്ചേക്കാം. സോളാർ പാനലുകളുടെ ചെരിവ് നമുക്ക് ക്രമീകരിക്കാൻ കഴിയുമെങ്കിൽ അവ കൂടുതൽ എഫിഷ്യന്റ് ആകും. അതുകൊണ്ട് ശൈത്യകാലത്ത് സോളാർ പാനലുകളുടെ ചെരിവ് 15 ഡിഗ്രി വരെ കൂട്ടാൻ ശ്രദ്ധിക്കാം. വേനൽക്കാലത്ത് പാനലിന്റെ ചെരിവ് 15 ഡിഗ്രി കുറയ്ക്കാം. ഇതിന്റെ ഫലമായി സമ്മർ ആംഗിൾ, വിന്റർ ആംഗിൾ എന്നിവ ലഭിക്കുകയും ഔട്ട്പുട്ട് പവർ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇക്വിനോക്സിൽ നിന്ന് 22 ദിവസമായി സീസണിൽ ആംഗിൾ തിരഞ്ഞെടുക്കുന്നതിനോ അല്ലെങ്കിൽ മാറ്റുന്നതിനോ ഇൻക്ലിനേഷൻ ആംഗിൾ സെറ്റ് ചെയ്യാം. സൈറ്റ് അക്ഷാംശത്തിൽ നിന്ന് ടിൽറ്റ് ആംഗിൾ ക്രമീകരിക്കുന്നതിനുള്ള ഒപ്റ്റിമം വാല്യൂ 23 to 25 ഡിഗ്രിയാണ്. ഇത്തരത്തിൽ സെറ്റ് ചെയ്യുന്നതിന് ആനുവൽ എനർജി കളക്ഷൻ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ അക്ഷാംശം 25 ഡിഗ്രിക്കും 50 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ വേനൽക്കാലത്ത് ഏറ്റവും അനുയോജ്യമായ ചെരിവിന്റെ ആംഗിളാണ് അക്ഷാംശം സമയം 0.93 - 21 ഡിഗ്രി. ശീതകാലത്തിനുള്ള ഏറ്റവും മികച്ച ചെരിവിന്റെ ആംഗിളാണ് അക്ഷാംശം സമയം 0.875 + 19.2 ഡിഗ്രി. സീസണുകൾ ഇവയാണ്: ശീതകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ, വസന്തകാലം മാർച്ച് മുതൽ മെയ് വരെ, വേനൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ, ശരത്കാലം സെപ്റ്റംബർ മുതൽ നവംബർ വരെ. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്ക് ധാരണ പരിശോധിക്കാൻ നമുക്ക് ചില ടാസ്കുകൾ ചെയ്തു നോക്കാം. ഇതിനായി നിങ്ങൾക്ക് സോളാർ PV സെൽ, വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, 5 ഓം റെസിസ്റ്റർ, മാഗ്നറ്റിക് കോമ്പസ്, സ്പിരിറ്റ് ലെവൽ ക്ലീനോമീറ്റർ എന്നിവ ആവശ്യമാണ്. വ്യത്യസ്ത ഡയറക്ഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പവർ കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ആദ്യ ജോലി. ഈ കോമ്പണന്റുകൾ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുക. ഓരോ തവണ ടെസ്റ്റ് ചെയ്യുമ്പോഴും സോളാർ എനർജി മീറ്ററിന്റെ ലൈറ്റ് സെൻസർ സോളാർ PV സെല്ലിന്റെ അതേ ഡയറക്ഷനിലായിരിക്കണം. സോളാർ PV സെൽ സൺലൈറ്റിൽ വയ്ക്കുക. മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് ഉത്തരധ്രുവം കണ്ടെത്തുക. സോളാർ PV സെൽ ഉത്തരധ്രുവത്തിന് അഭിമുഖമായി വയ്ക്കുക.
വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലും സോളാർ റേഡിയേഷൻ ഇന്റൻസിറ്റി റീഡിംഗുകൾ രേഖപ്പെടുത്തുക. സോളാർ PV സെല്ലിന്റെ ഫേസിംഗ് വടക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിന്ന് 90 ഡിഗ്രി തിരിക്കുക. വോൾട്ട് മീറ്ററിലെയും അമ്മീറ്ററിലെയും റീഡിംഗുകൾ രേഖപ്പെടുത്തുക. സോളാർ PV സെല്ലിന്റെ ഫേസിംഗ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തിരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുക. വോൾട്ട് മീറ്ററിലെയും അമ്മീറ്ററിലെയും റീഡിംഗുകൾ രേഖപ്പെടുത്തുക. സോളാർ PV സെല്ലിന്റെ ഫേസിംഗ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രിയിൽ തിരിക്കുന്നത് തുടരുക. വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലുമുള്ള റീഡിംഗുകൾ രേഖപ്പെടുത്തുക. റിസൾട്ടുകൾ താരതമ്യം ചെയ്യുക. വ്യത്യസ്ത ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സോളാർ പവർ കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ അടുത്ത കർത്തവ്യം. സോളാർ എനർജി മീറ്ററിന്റെ ലൈറ്റ് സെൻസർ ഓരോ പരിശോധനയിലും സോളാർ PV സെല്ലിന്റെ അതേ ഡയറക്ഷനിലായിരിക്കണം. പരീക്ഷണത്തിന്റെ ഏത് ഘട്ടത്തിലും PV സെല്ലിൽ നിഴൽ വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ കോമ്പണന്റുകൾ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന പോലെ കണക്ട് ചെയ്യുക. ഫ്ലാറ്റ് സർഫേസിൽ സൺലൈറ്റിൽ സോളാർ PV സെൽ സ്ഥാപിക്കുക. അഡ്ജസ്റ്റബിൾ പ്ലെയിനിൽ മൗണ്ട് ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്ത ചെരിവുകൾ നോക്കുക വളരെ എളുപ്പമാണ്. അല്ലാത്ത പക്ഷം ഓരോ പ്രാവശ്യം അഴിച്ചു മാറ്റേണ്ടി വരും. സ്പിരിറ്റ് ലെവൽ നിലത്തിന് സമാന്തരമായി ഫ്ലാറ്റ് സർഫേസ് കാണിക്കുന്നുവെന്ന് പരിശോധിക്കുക. ക്ലിനോമീറ്റർ ഉപയോഗിച്ച് ആംഗിൾ അളക്കുക. ഇത് 0 ഡിഗ്രി കാണിക്കുന്നുവെന്ന് സ്ഥിരീകരിക്കുക. സോളാർ PV സെൽ തെക്ക് അഭിമുഖമായി വയ്ക്കുക. വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലുമുള്ള സോളാർ റേഡിയേഷൻ ഇന്റൻസിറ്റിയുടെ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. സോളാർ PV സെല്ലിന്റെ മുഖം 0 ഡിഗ്രിയിൽ നിന്ന് 5 ഡിഗ്രി വീതം പടിപടിയായി ഉയർത്തുക. വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലുമുള്ള റീഡിംഗുകൾ രേഖപ്പെടുത്തുക. സോളാർ PV സെല്ലിന്റെ അഭിമുഖമായ ആംഗിൾ മുമ്പത്തെ സ്ഥാനത്ത് നിന്ന് തെക്കോട്ട് മാറ്റുന്നത് തുടരുക. വോൾട്ട് മീറ്ററിലും അമ്മീറ്ററിലുമുള്ള റീഡിംഗുകൾ രേഖപ്പെടുത്തുക. കൂടുതൽ ആംഗിളുകൾക്കായി മുകളിൽ പറഞ്ഞവ ആവർത്തിക്കുക. റിസൾട്ടുകൾ താരതമ്യം ചെയ്യുക. പരമാവധി സോളാർ എനർജി നൽകുന്ന ആംഗിളാണ് നൽകിയിരിക്കുന്ന ലൊക്കേഷനിലുള്ള ടിൽറ്റ് ആംഗിൾ. ഫോട്ടോ വോൾട്ടൈക് സെൽ സൺലൈറ്റിന്റെ ഡയറക്ഷനിൽ പതിക്കുന്ന ചെരിവിന്റെ വ്യത്യസ്ത ആംഗിളിലും എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നാണ് ഈ സെഷനിലൂടെ നാം പഠിച്ചത്. സോളാർ പാനലുകൾക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല ഡയറക്ഷൻ അറിയാനും പാനൽ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ അല്ലെങ്കിൽ സോളാർ പാനലുകൾ ഏത് ആംഗിളിൽ ചെരിവിൽ സ്ഥാപിക്കണമെന്ന വിവരങ്ങൾ വിശദീകരിക്കാനും PV സെല്ലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ സൺലൈറ്റിൻ്റെ വ്യത്യസ്ത ആംഗിളുകളിലും ഡയറക്ഷനിലും പാനലിൻ്റെ പ്രവർത്തനം വിവരിക്കാനും നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കും.